അപ്പോൾ നമ്മൾ പ്രവീൺ പുരുഷോത്തമനിലേക്ക് കൂടി ഒന്ന് പോകുന്നു. പത്തനംതിട്ട അബാൻ ജംഗ്ഷന് സമീപം ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നൊരു വാർത്തയുണ്ട്. വാഹനം തലയിലൂടെ കയറിയതാകാം അപകട കാരണമെന്നാണ് നിഗമനം. സംശയം തോന്നിയ വാഹനത്തിന്റെ ഡ്രൈവറെ അടൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, എപ്പോഴായിരുന്നു സംഭവം? ഇപ്പോൾ ആരുടെ ഭാഗത്തുനിന്നെത്തിയ വീഴ്ചയാണിത്? വാഹനം തലയിലൂടെ കയറി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തൊഴിലാളി അവിടെ മറ്റോ കിടന്ന് ഉറങ്ങുകയായിരുന്നു. എന്താണ് സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് അരുൺ. ഇന്ന് പുലർച്ചെ 1:30 കൂടിയാണ് ഈ സംഭവം നടന്നതെന്നാണ് നാം കരുതുന്നത്. പത്തനംതിട്ട നഗരത്തിനകത്ത് തന്നെ അബാൻ ജംഗ്ഷന് സമീപം പ്രധാനപ്പെട്ട റോഡിൽ നിന്നും മാറിയ ഒരു ഇടറോഡുണ്ട്. ആ ഇടറോഡിന്റെ സമീപത്തായാണ് തല പൂർണ്ണമായും തകർന്ന നിലയിൽ അന്യസംസ്ഥാന തൊഴിലാളിയെ രാവിലെ കണ്ടത്. ഉടൻ തന്നെ പത്തനംതിട്ട പോലീസിൽ കണ്ട ആളുകൾ വിവരം അറിയിച്ചു. ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ ധാരാളം അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടം കൂടിയാണ്. അത് മാത്രവുമല്ല, ഈ റോഡിന് സമീപത്തായി ഒരു മദ്യശാല കൂടിയുണ്ട്. അതിന് സമീപം തന്നെ ചിക്കൻ വിൽക്കുന്ന ഒരു കട കൂടിയുണ്ട്. അപ്പോൾ പോലീസ് അനുമാനിക്കുന്നത് രാത്രി എപ്പോഴോ ചിക്കൻ കോഴികളെ ഇറക്കുന്നതിനായിട്ട് ലോഡുമായി വന്ന ലോറി പുറകോട്ടെടുത്തപ്പോൾ ഈ റോഡിൽ കിടന്ന ആളുടെ തലയിൽ കൂടി കയറിയതായിരിക്കാം എന്നാണ് പോലീസിന്റെ ഒരു അനുമാനം. ഏതായാലും പിന്നീട് ഈ ചിക്കൻ സെന്ററിൽ വന്ന വാഹനങ്ങളുടെ നമ്പർ പോലീസ് ഇന്നലെ രാത്രി തന്നെ ശേഖരിച്ചിരുന്നു. അതിനുശേഷം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഈ നമ്പറുകൾ കൈമാറിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട അടൂരിൽ നിന്നും ഒരു വാഹനവും ഒപ്പം തന്നെ അതിന്റെ ഡ്രൈവറെയും അടൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. പോലീസ് അനുമാനിക്കുന്നത് ലോഡ് ഇറക്കിയ ശേഷം ഒരുപക്ഷെ വണ്ടി പുറകോട്ടെടുത്തപ്പോൾ അറിയാതെ തലയിൽ കൂടി കയറിയതായിരിക്കുമെന്നാണ്. ബംഗാൾ സ്വദേശിയാണ് ഈ മരിച്ച ആള് എന്നാണ് പോലീസിൽ നിന്നും പ്രാഥമികമായി വിവരം ലഭിക്കുന്നത്. പക്ഷേ ഇയാളുടെ മേൽവിലാസമോ യഥാർത്ഥ സ്ഥലമോ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം 30 വയസ്സ് പ്രായമുള്ള യുവാവാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും പത്തനംതിട്ട പോലീസ് ഈ സംഭവം സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അരുൺ. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും സംശയം തോന്നിയ വാഹനത്തിന്റെ ഡ്രൈവറെ അടൂർ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് പ്രവീൺ റിപ്പോർട്ട് ചെയ്യുന്നത്. പത്തനംതിട്ടയിൽ അബാൻ ജംഗ്ഷന് സമീപമായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാഹനം തലയിലൂടെ കയറി എന്ന മട്ടിലാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.